ഉച്ചയ്ക്ക് ശേഷം 2:30 അതായത് ഇന്ന ദിവസം ഇടവക വികാരി റവറൻഡ് ഫാദർ സാമുവൽ ജോൺ തേവത്തപ്പള്ളിന്റെ അധ്യക്ഷതയിലും സഹവികാരിമാരായ റവറൻഡ് ഫാദർ ജോർജ് മാത്യു, റവറൻഡ് ഫാദർ ജൂസി ജോയി എന്നിവരുടെ സാന്നിധ്യത്തിലും വലിയ പള്ളിയിൽ കൂടുന്നതാണ്. സഭാ ഭരണഘടന പ്രകാരം വോട്ടവകാശമുള്ള എല്ലാ അംഗങ്ങളും പ്രസ്തുത യോഗത്തിൽ സംബന്ധിക്കേണ്ടതാണ്. അജണ്ട: പ്രാർത്ഥന, നോട്ടീസ്, ഉപക്രമം, മുൻ യോഗ റിപ്പോർട്ട്, തുമ്പവൺ പള്ളിയോടുള്ള സഭാ നേതൃത്വത്തിന്റെയും ഭദ്രാസന നേതൃത്വത്തിന്റെയും പ്രതികാര നടപടികൾക്ക് പരിഹാരം കാണുന്നത് സംബന്ധിച്ച് അധ്യക്ഷൻ അനുവദിക്കുന്ന ഇതര വിഷയം. ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, ഇന്ന് ഇടവകയുടെ ഒരു പൊതുയോഗം നടക്കുകയാണ്. അവിടെ അജണ്ടയായിട്ട് കൊടുത്തിരിക്കുന്നത് തുമ്പോൺ പള്ളിയോടുള്ള സഭാ നേതൃത്വത്തിൻ്റെയും ഭദ്രാസന നേതൃത്വത്തിൻ്റെയും പ്രതികാര നടപടികൾക്ക് പരിഹാരം കാണുന്നത് സംബന്ധിച്ച് അധ്യക്ഷൻ അനുവദിക്കുന്ന ഇതര വിഷയങ്ങൾ എന്നുള്ളതാണ്. എന്നെ ഈ ചുമതല ഏൽപ്പിച്ചു. അതുകൊണ്ട് ഞാൻ ദീർഘമായിട്ടൊന്നും തന്നെ പറയുന്നില്ല, ഇവിടെ പ്രസൈഡ് ചെയ്യുകയാണ്. കാരണം അച്ഛൻ്റെ അസാന്നിധ്യത്തിൽ പിന്നീട് പ്രായമുള്ള വൈദികൻ എന്നുള്ള നിലയിൽ ഞാനിത് പ്രസൈഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം. സെക്രട്ടറിയും ട്രസ്റ്റിയും ആദ്യം അതിനെക്കുറിച്ച് വിശദീകരിക്കും. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ആളുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുക. ഏത് തരത്തിൽ നമുക്ക് പ്രതികരിക്കുവാനായിട്ട് കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ഇവിടെ ആളുകൾക്ക് യാതൊരു ശങ്കയും കൂടാതെ തന്നെ അവരവരുടെ അഭിപ്രായങ്ങൾ വ്യക്തമായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് എന്ന് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. തുമ്പോൺ പള്ളിയെ സ്നേഹിക്കുന്ന ഇടവാങ്ങളെ, ഈ ഒരു പൊതുയോഗം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വിളിച്ചു കൂട്ടാനുണ്ടായ കാരണങ്ങളെ പറ്റി ഞാൻ ചുരുക്കത്തിൽ ഒന്ന് വിശദീകരിക്കാം. വളരെ ചുരുക്കമായി. പക്ഷെ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സംഭവങ്ങൾ പറഞ്ഞാൽ ഒരു ദിവസം പറഞ്ഞാൽ തീരത്തില്ല. പക്ഷെ അതല്ല, നടന്ന സംഭവങ്ങൾ പല ഒരു പള്ളിയിൽ പറഞ്ഞു എങ്കിലും അതിലൊന്നും ഉൾപ്പെടാത്ത പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അത് ചുരുക്കത്തിൽ ഒന്ന് വിശദീകരിക്കുക. ഷിബു വർഗീസിന്റെ ശവസംസ്കാരം നടന്ന അന്ന് മുതലുള്ള കാര്യങ്ങൾ. ഷിബു വർഗീസിന്റെ ശവസംസ്കാരം കോടതി വിധി അനുസരിച്ച് പരിശുദ്ധ കാതോലിക്ക ബാവയുടെയും ഇടവക മെത്രാപ്പോലീത്തയുടെയും മറ്റ് 4 തിരുമേനിമാരുടെയും സാന്നിധ്യത്തിൽ പോലീസ് സംരക്ഷണത്തിൽ കോടതി വിധി നടപ്പാക്കത്തക്ക തരത്തിൽ തുമ്പവൺ പള്ളിയിൽ നടക്കുകയുണ്ടായി. കോടതി വിധിയെ സംബന്ധിച്ച് തന്നെ വളച്ചൊടിച്ച ഒരു വ്യാഖ്യാനം നമ്മുടെ ഭദ്രാസന സെക്രട്ടറി ടൈറ്റസ് അച്ഛൻ ഭാഗത്തു നിന്നുണ്ടായി. കോടതി വിധി അവർക്ക് അനുകൂലമാണ്. ഇവിടെ സെമിത്തേരി അനുവദിച്ചപ്പോൾ തന്നെ കോടതി വിധി അവർക്ക് അനുകൂലമാണ്. മലങ്കര സഭയിലെ ഏതച്ഛനും എവിടെയും നടക്കാം. ഇതൊക്കെ അദ്ദേഹം മലങ്കര സഭാദൈവം എന്ന പ്രസിദ്ധീകരണത്തിൽ കൂടി വിശദീകരിച്ച ചില കാര്യങ്ങൾ. വൈലം പടിഞ്ഞാറ് സെന്റ് തോമസ് ഇടവകയെ അംഗീകരിച്ചതായും ഒക്കെ അദ്ദേഹം കോടതി ഇത് വളരെ വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കുകയും അതോടൊപ്പം ഇതിന് വിധി പറഞ്ഞ ബഹുമാന്യായ ന്യായാധിപയെ അവഹേളിക്കുന്ന തരത്തിൽ
അവർക്ക് കാര്യങ്ങൾ അറിയുകയില്ലായിരുന്നു. അറിയാൻ വയ്യാത്ത ഒരാളെ കൊണ്ട് വിധി സമ്പാദിച്ചെടുത്തു. ആ ഒരു പ്രസ്താവനയിൽ നിന്നുള്ള വ്യക്തമാണല്ലോ അവർക്കെതിരാണ് വിധി എന്നുള്ളത്. അറിയാൻ വയ്യാത്തവർ അവർക്ക് അനുകൂലമായി പറഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അനുകൂലമായി കിട്ടിയത്. അപ്പൊ ആ അടക്കം നടക്കുന്ന സമയം മുതൽ ഇന്ന് വരെ വാസ്തവത്തിൽ വളരെ വിഷമകരമായ ഒരു ഘട്ടത്തിൽ കൂടിയാണ് നമ്മുടെ ഇടവക പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് അടക്കം നടന്നതിന് ശേഷം ഞായറാഴ്ച ദിവസം അഭിമന്യ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനി അദ്ദേഹത്തിന് പള്ളിയിലേക്ക് വരാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയിച്ചു. എന്നാലും ചർച്ചയിൽ നമ്മൾ തടസ്സം നിൽക്കണ്ടെന്ന് കരുതി ഞങ്ങൾ വികാരി, ട്രസ്റ്റി സെക്രട്ടറി ബാബുചാന്, ബൈജു, ഇങ്ങനെ മാനേജ് കമ്മിറ്റിയുടെ പ്രതിനിധികൾ പന്തളത്ത് ഹോട്ടലിൽ ചെന്ന് അദ്ദേഹവുമായി സംസാരിക്കുകയും കാര്യങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായും മനസ്സിലാവും അദ്ദേഹം സഭയുടെ വക്താവായാണ് സംസാരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഭാഗത്ത് നിൽക്കണം നമ്മൾ ആരോടും പറയുന്നില്ല. നമുക്ക് അനുകൂലമായി നിലപാടെടുക്കണമെന്ന് നമ്മൾ ആരോടും പറയുന്നില്ല. നമ്മുടെ ആവശ്യം ഒന്നേ ഉള്ളൂ, ന്യായത്തിന് വേണ്ടി നിൽക്കുക. അത് സഭയുടെ ഭാഗത്ത് ന്യായമെങ്കിൽ അവരുടെ കൂടെ നിന്ന് പോകട്ടെ. തുമ്പോൺ പള്ളിയുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ തുമ്പോൺ പള്ളിയുടെ കൂടെ നിൽക്കട്ടെ. പക്ഷേ അവിടെ നടന്ന ചർച്ചയിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തുമ്പോൺ പള്ളിയിലെ അച്ഛന്മാരെ, അതായത് വികാരിയെയും സഹവികാരിമാരെയും ഇടവകയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിനും ഇടവക ഒരുക്കമല്ല. അപ്പൊ അതേ സംബന്ധിച്ച് തിരുമേനി എം.ഐ.അച്ഛനും കൂടെ ഉണ്ടായിരുന്നു. ഭദ്രാസനത്തെ പ്രതിനിധിച്ച് ടൈറ്റസ് അച്ഛനും ഓഫീസിലെ റോയി അച്ഛനും ഉണ്ടായിരുന്നു. അപ്പൊ തിരുമേനി പറഞ്ഞു, അങ്ങനെ ട്രാൻസ്ഫർ നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അച്ഛനെതിരെ കർക്കശമായ നടപടി ഉണ്ടാകും. ഞങ്ങളപ്പോ പറഞ്ഞു, ഈ ഒരു വിഷയത്തിന്റെ പേരിൽ അച്ഛനെതിരെ എന്ത് നടപടി എടുത്താലും ഇടവക അദ്ദേഹത്തോടൊപ്പമുണ്ട്. അത് എത്രമാത്രം ദൂരവ്യാപകമായ ഭവിഷ്യത്തുകൾ ഉണ്ടാക്കിയാൽ തന്നെ അദ്ദേഹം തുമ്പോൺ പള്ളിയുടെ അഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ വ്യക്തി താല്പര്യങ്ങളെ പോലും മറന്നുകൊണ്ട് നിലപാടെടുത്ത ഒരു വ്യക്തിയാണ്. അപ്പം എന്ത് പ്രശ്നം ഉണ്ടായാലും ഇടവക ഒന്നടങ്കം അച്ഛന്റെ കൂടെ നിൽക്കും എന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞു. ഞങ്ങളത് പറയാനുള്ള കാരണം ഈ ഇടവകകളെല്ലാം ഒറ്റക്കെട്ടാണെന്നും സഭ നമ്മളോട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഭദ്രാസനം നമ്മോട് ചെയ്യുന്ന അനീതിയിൽ ഏവർക്കും പ്രതിഷേധമുള്ളെന്നും ബോധ്യമുള്ളവരാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച വികാരിക്കും ട്രസ്റ്റിക്കും സെക്രട്ടറിക്കും കോടതിയിൽ നിന്ന് കവിയറ്റ് കിട്ടി. ഈ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട തുടർ നടപടികളെ കുറിച്ച് ഞങ്ങൾ കേസ് കൊടുക്കാൻ ഭയപ്പെടുന്നു, കേസ് കൊടുക്കുന്നതായി അവർ ഭയപ്പെടുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു കേസ് ഉണ്ടായാൽ അവരറിയണമെന്നുള്ള തരത്തിൽ നമുക്ക് കവിയറ്റ് ഫയൽ ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ മാനേജ് കമ്മിറ്റി കൂടുകയും നമ്മൾ ബുധനാഴ്ച, തിങ്കളാഴ്ച കവിയറ്റ് കിട്ടി, ബുധനാഴ്ച, കാരണം ഇവരിങ്ങനെ കവിയറ്റ് ഇടണമെങ്കിൽ തീർച്ചയായും അവർ നിയമപരമായ നീക്കം നടക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ബുധനാഴ്ച ദിവസം നമ്മൾ കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. നമ്മൾ 2 ആഴ്ച വിളിച്ചു പറഞ്ഞ് സഭാ ഭരണഘടനയ്ക്ക് അനുസൃതമായി നടത്തിയ വാർഷിക പൊതുയോഗം, മലങ്കര സഭയിലെ തന്നെ ഏറ്റവും വലിയ പള്ളികളിലൊന്നായ തുമ്പമൺ പള്ളിയുടെ വാർഷിക പൊതുയോഗം നടന്നിട്ടില്ല. കാതോലിക്ക ബാവയ്ക്ക് വേണ്ടി ഇടവക മെത്രാപ്പോലീത്ത ക്ലിമീസ് തിരുമേനി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ബഹുമാനപ്പെട്ട മുൻസിഫ് കോടതിയിൽ സമർപ്പിച്ച ഒബ്ജക്ഷൻ ഫയൽ ചെയ്തതിന്റെ ആ ഒരു വിശദാംശങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്നാമതായി ഏലിയാമ്മച്ചിയുടെ മൃതശരീരം 3 ശുശ്രൂഷകൾ പൂർത്തീകരിച്ച് 4ാമത്തെ ശുശ്രൂഷയ്ക്കായി അവരിവിടെ കൊണ്ടുവന്നപ്പോൾ ഇവിടുത്തെ ജനം അക്രമാസക്തരായി നിൽക്കുന്നത് കണ്ട്, അല്ലെങ്കിൽ അവരെ അതിന് അനുവദിക്കുകയില്ല എന്ന് മനസ്സിലാക്കി അവർ ഇവിടുന്ന് പത്തനംതിട്ടയിൽ കൊണ്ടുപോയി അടക്കി. നമ്മൾ ഈ ഇരിക്കുന്ന 100 കണക്കിന് ആളുകൾ ചിന്തിക്കണം, ഇതിനകത്ത് എന്താണ് വാസ്തവം. അവിടെ ജോൺ റീസ് അച്ഛൻ ചാപ്പലിൽ അനൗൺസ് ചെയ്ത റെക്കോർഡിംഗ് നമ്മുടെ കയ്യിലുണ്ട്. അതായത് 4ാം ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം സംസ്കാരത്തിന്റെ റൂട്ട് തുണ്ടിൽമുക്ക്, ഉറവാന്റെ കടവ് വഴി കീരുഴിമുക്കിലെത്തി കൈപ്പട്ടൂർ വഴി പത്തനംതിട്ട, അങ്ങനെയാണ് അവർ അനൗൺസ് ചെയ്തത്. നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളിപ്പോൾ തുമ്പോൺ പള്ളിയിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്കെല്ലാവർക്കും വ്യക്തമാണ്, ഈ ഒരു മൃതശരീരം ഇവിടെ അടക്കാൻ കൊണ്ടുവന്നില്ല. മറിച്ച് സംഭവിച്ചത് നിങ്ങളിൽ ചുരുക്കം ചിലർക്കെങ്കിലും അറിയില്ലായിരിക്കാം. ഈ കോടതി വിധി വ്യാഴാഴ്ച ദിവസം നമുക്ക് അനുകൂലമായി വരുന്നു. വെള്ളിയാഴ്ച അടൂർ ഡിവൈഎസ്പി 2 കൂട്ടരെയും കൂടെ ചർച്ചയ്ക്ക് വിളിച്ചു. ഉച്ചയ്ക്ക് ശേഷം ചർച്ചയ്ക്ക് വിളിച്ചു. അദ്ദേഹം പറഞ്ഞത്,
ഞാൻ ആർക്കും അനുകൂലമായി നിൽക്കുവാൻ വേണ്ടിയല്ല രണ്ടു കൂട്ടരെയും ചർച്ചയ്ക്ക് വിളിച്ചത്. കോടതി വിധി വ്യക്തമായി നിലനിൽക്കുന്നു. അപ്പോൾ കോടതി വിധി എപ്രകാരം നടപ്പാക്കണം, നാളത്തെ സംസ്കാരത്തിന്റെ ഷെഡ്യൂൾ അത് തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ രണ്ടു കൂട്ടരെയും വിളിപ്പിച്ചത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു, കോടതി വിധി അനുസരിച്ച് 4ാമത്തെ ശുശ്രൂഷ തുമ്പോൺ പള്ളിയിൽ വെച്ച് പൂർത്തീകരിച്ച് സെമിത്തേരിയിൽ അടക്കം നമുക്കൊരു തടസ്സവുമില്ല. ഞങ്ങൾ ഓഡിറ്റോറിയം തുമ്പോൺ പള്ളിക്ക് വിട്ടുകൊടുത്തത്, ഞാൻ അവർ പറഞ്ഞ സെന്റൻസായി പരിശുദ്ധ മമ്പാട് പള്ളി എന്ന് പറയുന്നത്, ഞങ്ങൾ തുമ്പോൺ പള്ളിക്ക് ഓഡിറ്റോറിയം വിട്ടുകൊടുത്തതുപോലെ സെമിത്തേരി ഞങ്ങൾ വിട്ടുകൊടുക്കുന്നു. ഇനി ഞങ്ങൾ ഒരു മൃതശരീരവുമായി ആ സെമിത്തേരിയിലേക്ക് വരികയില്ല. നമുക്ക് രേഖകൾ പരിശോധിച്ചാൽ ഡിവൈഎസ്പി ഓഫീസിൽ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം കാര്യങ്ങൾ തകിടം പറഞ്ഞു. അവരതിനെ പ്രതീക്ഷിച്ചിരുന്നത് വിജയപുരം ഭാഗത്തുള്ള മർത്തമാ പള്ളിയുടെ സെമിത്തേരിയിൽ അടക്കാമെന്ന് ധരിച്ചാണ് അവരിങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നത്. എന്നാൽ അവിടെ ആളുകൾ സംഘടിക്കുകയും അവിടെ നടക്കുകയില്ലെന്ന് മനസ്സിലാക്കി അതിനുശേഷം മറ്റ് പല പോംവഴികളും ആലോചിച്ച് ഇതൊന്നും നടക്കാതെ വന്ന അവസരത്തിലാണ് ഇവർ പത്തനംതിട്ട ബേസിൽ ദേറായിലെ സെമിത്തേരി അല്ല, അവിടെ ദേറാക്കാർക്ക് വേണ്ടി ഉണ്ടാക്കി, അവിടെ പൊതുവായ സെമിത്തേരി ഇല്ല, ദേറാക്കാർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടിരിക്കുന്ന ആ കല്ലറയിൽ ഈ അമ്മച്ചി അടക്കം ചെയ്തത്. സഭയുടെ ഭരണഘടനയ്ക്ക് അനുസൃതമായ ഒരു സാധാരണ പൊതുയോഗമാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ ഈ സാധാരണ പൊതുയോഗത്തിൽ നമ്മുടെ അജണ്ട എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. അതിൽ ആ അജണ്ടയിന്മേൽ നടക്കുന്ന ചർച്ചയിൽ ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും മനസ്സ് തുറക്കുവാൻ അവസരമുണ്ട്. നിങ്ങളുടെ പ്രതികരണങ്ങൾ നിങ്ങൾക്ക് അറിയിക്കാം. പള്ളിയോട് സഭാ നേതൃത്വവും ഭദ്രാസ നേതൃത്വവും ചെയ്യുന്ന നടപടികൾ, ഈ ശവസംസ്കാരം കൂടി എന്ന് അനധികൃതമായി അല്ലെങ്കിൽ നിയമപരമല്ലാത്ത രീതിയിൽ പത്തനംതിട്ട ബേസിൽ അരമനയിൽ വൈദിക യോഗം വിളിച്ചു കൂട്ടുകയും ആ വൈദിക യോഗത്തിൽ തുമ്പോൺ ഭദ്രാസനത്തിന്റെ പേര് മാറ്റി പത്തനംതിട്ട ഭദ്രാസനമെന്ന് പേര് നൽകണമെന്നും തുമ്പോൺ പള്ളിയിൽ നിന്ന് കാതോലിക്കൻ കോളേജിലേക്ക് അഡ്മിഷനായി ചെല്ലുന്ന ഒരു കുട്ടിക്ക് പോലും അവിടെ അഡ്മിഷൻ കൊടുക്കരുതെന്നും ഒരു അച്ഛന്മാർ പോലും തുമ്പോൺ പള്ളിയിലേക്ക് പ്രവേശിക്കരുതെന്നും തുമ്പോൺ ഭദ്രാസനത്തിലെ ഒരച്ഛന്മാർ പോലും തുമ്പോൺ പള്ളിയിലേക്ക് പ്രവേശിക്കരുതെന്നും നമ്മൾ സഹായത്തിനായി റിട്ടയർ ചെയ്ത അച്ഛന്മാരെ വിളിച്ചാൽ പോലും അവരെ പോലും വിലക്കണമെന്നും സഭയെ പ്രതിദാനം ചെയ്യുന്ന, ഭദ്രാസനത്തെ പ്രതിദാനം ചെയ്യുന്ന സഭ ഒരിക്കലും തെറ്റുകാരിയല്ല. കർത്താവിന്റെ സത്യമണവാട്ടിയാവുന്ന സഭ, ആ സഭയെ പ്രതിദാനം ചെയ്യുന്ന മെത്രാപ്പൊലിത്തന്മാരും വൈദികരും ഐമേനുകളും മലങ്കര സഭയിലെ അതിപുരാതന ദേവാലയങ്ങളിലൊന്നായ പാരമ്പര്യവും ചരിത്രവുമുള്ള തുമ്പോൺ പള്ളിയെ അവഹേളിക്കുന്ന തരത്തിൽ കഥകൾ മുന്നിൽ നടക്കുന്നു. കൗണ്ടർ പെറ്റീഷൻ കൊടുക്കുക എന്നുള്ളതാണല്ലോ രണ്ടാമത്തെ സ്റ്റെപ്പ്. അങ്ങനെ ഒരു കൗണ്ടർ പെറ്റീഷന് പരിശുദ്ധ ബാബാ തിരുമേനിയും നമ്മളുടെ ഭദ്രാസന മെത്രാപ്പൊലീത്ത ക്ലീമിസ് തിരുമേനിയും ചേർന്ന് ബഹുമാനപ്പെട്ട കോടതിയിൽ കൊടുക്കുകയുണ്ടായി. അതിൻ്റെ കോപ്പി നമ്മുടെ കൈവശം കിട്ടിയിട്ടുണ്ട്. ഈ പള്ളിയിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇന്ന് വരെയും നമ്മൾ എഴുതി കൊടുത്തിട്ട പരാതികളിലൊന്നും കള്ളങ്ങൾ എഴുതി ചേർത്തിട്ടില്ല. അത് ദൈവത്തിനും ബോധ്യമാണ്, വക്കീലിനും ബോധ്യമാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടവർക്കും ബോധ്യമാണ്, വായിച്ചു നോക്കുന്നവർക്കും ബോധ്യമാണ്. സാധാരണ കേസുകളൊക്കെ ജയിക്കാനായിട്ട് കള്ളങ്ങൾ തിരികെ ചേർക്കുന്ന ഒരു പതിവുണ്ട്. ഈ കേസിനെ സംബന്ധിച്ച് വക്കീൽ പോലും നമ്മളോട് പറഞ്ഞു, ഈ ഒരു കേസിൽ ഒരു കള്ളങ്ങളും എഴുതി ചേർത്തിട്ടില്ലാത്തൊരു കേസായിട്ടാണ് ഇന്ന് വരെയും എനിക്കിത് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ അച്ഛനെ സംബന്ധിച്ച്, നമ്മുടെ പള്ളിയുടെ ചുറ്റുപാട്, അതുപോലെ നമ്മുടെ പള്ളിയുടെ ഭരണം, അതിൻ്റെ ദൃഢതയെ സംബന്ധിച്ചുമൊക്കെ നമുക്ക് ആശങ്കകൾ ഉളവായതിന് ശേഷം അടൂർ മുനിസിപ്പൽ കോടതിയിൽ കൊടുത്ത കേസ്, അതിന് കൊടുത്തിരിക്കുന്ന കൗണ്ടർ പെറ്റീഷനിൽ പരിശുദ്ധ ബാബാ തിരുമേനിയും അദ്ദേഹത്തിൻ്റെ തുമ്പോൺ ഭദ്രാസനാധിപനായ കുര്യാക്കോസ് മാർ ക്ലീമീസ് തിരുമേനിയും ചേർന്ന് കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിലെ 1-2 പ്രസക്ത ഭാഗങ്ങൾ മാത്രം അതിൻ്റെ 8ാമതായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാനത് ഇംഗ്ലീഷിൽ വായിക്കാൻ നോക്കുകയും മനസ്സിലാവുന്നതാണല്ലോ. It is true that an old lady by name Eliama Givergis died on 21/3/2015. The said Eliama and her other family members are members of the St. Thomas Orthodox Church, Vailumpadinyara. Her family has got family vault in the cemetery of the St. Mary's Orthodox Cathedral, Tumbavan, and her husband is buried in the said family vault. Eliama Givergis എന്ന് പറയുന്ന ഒരു അമ്മച്ചി വയലുംപടിഞ്ഞാറ് മരിച്ചു. അമ്മച്ചിയുടെ ഭർത്താവിന് തുമ്പവൻ സെമിത്തേരിയിൽ സ്വന്തമായിട്ട് ഫാമിലി വോൾട്ട് ഉണ്ട്. അമ്മച്ചി വയലും പടിഞ്ഞാറ് ഭാഗത്തെ അംഗമാണ്. അപ്പോൾ വയലും പടിഞ്ഞാറ് ഭാഗത്തെ അംഗമാണ് എന്ന് പറയുമ്പോൾ 2013 നമ്മൾ എടുത്ത സെൻസസിൽ പോലും അമ്മച്ചി മലയാള അക്ഷരത്തിൽ ഒപ്പിട്ടിട്ട് ഇവിടുത്തെ അംഗത്വം ഉറപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഭദ്രാസന ദേവാലയത്തിലെ വികാരി അച്ഛൻ ഈ അമ്മച്ചിയുടെ അവസാന സമയത്ത് അമ്മച്ചിയെ കാണുവാൻ ചെന്ന സമയത്തും അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്, അച്ചോ എൻ്റെ ഭർത്താവിനെ ശവസംസ്കാരം ചെയ്തിരിക്കുന്നതായ
ആ കല്ലറയിൽ തന്നെ വേണം എന്നെ അടക്കുവാൻ. അപ്പൊ ഈ ഒരു കാര്യവും നമ്മളുടെ വികാരി അച്ഛൻ ജീവിക്കുന്ന സാക്ഷിയായി ഇന്ന് ഉണ്ട്, നിലവിലുണ്ട്. എന്നിട്ട് and the husband is buried in the said family vault for the mere reasons that the chapel in the area of her residence was elevated as a parish, she will not lose her right to buried in the family vault. ഒരു ചാപ്പലിൽ അവർ അംഗത്വം എടുത്തത് കൊണ്ടോ അതിനടുത്ത് താമസിക്കുന്നുണ്ടോ അവരുടെ ഭർത്താവിനോടൊപ്പം അന്ത്യവിശ്രമം കൊള്ളാനുള്ള അവരുടെ അവകാശം നിഷേധിക്കപ്പെടാൻ പാടില്ല എന്ന് എഴുതിയിട്ട്, when the children of the deceased Eliama contacted with the vicar and trustee of the St. Mary's Orthodox Cathedral Tumbavan to pay the requisite fees to get the cemetery opened for the burial of their mother. ഈ അമ്മയുടെ ശവസംസ്കാരത്തിന് വേണ്ടി അവിടുത്തെ ബന്ധപ്പെട്ട ആളുകൾ ഇവിടുത്തെ വികാരിയെയും ഭരണക്കാരെയും ബന്ധപ്പെട്ടപ്പോൾ they threatened that they will not allow the body of the deceased to be buried in the family vault. ഇവിടെയുള്ള ആളുകൾ അവരെ ഭീഷണിപ്പെടുത്തി, നിങ്ങളുടെ ശവശരീരം ഇവിടെ അടക്കുവാനായി ഞങ്ങൾ അനുവദിക്കുകയില്ല. Thereafter the children and other relatives of the deceased contacted me, and thereupon I issued Kalpana number 38 2015 dated 22/3/2015. സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമുക്കറിയാമല്ലോ. നമ്മളൊരു പൊതുയോഗം കൂടി കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിയ സമയത്താണ് ദേവത്തോണിൽ അച്ഛൻ, അതായത് അന്ന് രാവിലെയാണ് ഈ അമ്മച്ചി മരിക്കുന്നത്. ദേവത്തോണിൽ അച്ഛൻ അവിടെ ഡൈനിങ് റൂമിൽ ഇരിക്കുന്ന സമയത്താണ് ക്ലിമിസ് തിരുമേനി വിരമിച്ചിട്ട് അദ്ദേഹത്തോട് സംസാരിക്കുന്നത്. വയലിൻ പടിഞ്ഞാറ് ഭാഗത്ത് ഏലിയാമ്മ എന്ന് പറയുന്ന ഒരു ആൾ മരിച്ചിട്ടുണ്ട്. ആ ആളിനെ ശവസംസ്കാര ശുശ്രൂഷ വയലിൻ പടിഞ്ഞാറ് ചാപ്പിൽ പൂർത്തീകരിച്ചു വരുമ്പോൾ തുമ്പവൺ സെമിത്തേരിയിൽ നിങ്ങൾ അടക്കി കൊടുക്കണമെന്നാണ് ദേവത്തോണിൽ അച്ഛനോട് പറഞ്ഞത്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ വീണ്ടും ഒന്നും ആവർത്തിക്കുന്നുള്ളതേ ഉള്ളൂ. തിരുമേനി ഇതിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? ഈ അമ്മച്ചിയുടെ കുടുംബാംഗങ്ങൾ, ഉത്തരവാദിത്തപ്പെട്ടവർ ആ ഭർത്താവിനോടൊപ്പം ഈ അമ്മച്ചിയെ അടക്കം ചെയ്യണമെന്ന് പറഞ്ഞ് ഈ പരിശുദ്ധ ദേവാലയത്തിൽ വന്നപ്പോൾ ഇവിടുത്തെ ഭരണക്കാരും ഇവിടുത്തെ വികാരി ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തിയെന്നാണ്. ഇതാണോ സത്യം? തുമ്പവൺ പള്ളിയിൽ ഈ അമ്മച്ചി മരിച്ചു എന്നുള്ളൊരു കാര്യം തിരുമേനിയുടെ കൽപ്പന വരുന്നത് വരെയും തിരുമേനി വിളിച്ച് പറയുന്നത് വരെയും ഒരു മനുഷ്യനും ഒഫീഷ്യലായി നമ്മളോട് പറഞ്ഞിട്ടില്ല. അതാണ് ഇടവ സംരക്ഷണ സമിതി പുറത്തിറങ്ങിയ ഒരു നോട്ടീസിലുണ്ട്. ഈ പള്ളിയുടെ മുറ്റത്ത് കാല് വെച്ചു എന്ന് സത്യം ചെയ്യാമോ അമ്മച്ചിയുടെ വീട്ടുകാർക്ക് ആർക്കെങ്കിലും? പിന്നായിട്ട് ചോദിച്ചു എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കൽപ്പന എഴുതി to the vicar of the St. Mary's Orthodox Cathedral Tumbavan to make arrangements for the burial of the deceased Eliama. ഈ പൂർണ്ണമായ മുഴുവൻ ശുശ്രൂഷകൾ നടത്തിയെങ്കിൽ മാത്രമേ ഇവിടെ നടത്തുവാനായിട്ട് സമ്മതിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം അതിനകത്ത് നിന്ന് അവരെ തടസ്സപ്പെടുത്തിയതാണ് എഴുതിയിരിക്കുന്നത്. Thereafter when the body of the dead was brought to the St. Mary's Orthodox Cathedral, ഈ ഡെഡ് ബോഡി ഇവിടെ കൊണ്ടുവരുന്നതിന് മുമ്പുണ്ടായ സംഭവം എന്താണെന്ന് അറിയാമല്ലോ. ഇവർ 3-4 ദിവസം യാതൊരു ഇൻഫർമേഷൻസും നമുക്ക് തരാതെ തിരുമേനിയുടെ ഒരു കൽപ്പന മാത്രം ശേഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ആരും അറിയാതെ പോലും ഈ സെമിത്തേരിയിൽ കൊണ്ട് ഈ ബോഡി അടക്കിയിട്ട് പോകാനുള്ളതായ ധാർഷ്ട്യം കാണിക്കുമെന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭയം തരുന്നു. അപ്പൊ അതിന് വേണ്ട മെഷേഴ്സ് നമ്മൾ എടുത്തിരുന്നു. നമ്മൾ ബഹുമാനപ്പെട്ട കോടതിയെ സംബന്ധിച്ചു. നമ്മളറിയാതെ ഒരു ശവസംസ്കാര ശുശ്രൂഷ നമ്മുടെ അധികാരത്തിന്മേലൊരു കടന്നുകയറ്റമായതുകൊണ്ട് അത് അനുവദിക്കരുത് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചപ്പോൾ നമുക്കൊരു ഇൻജക്ഷൻ നമുക്ക് തന്നു, താൽക്കാലികമായ ഒരു ഇഞ്ചക്ഷൻ തന്നു. ആ ഇഞ്ചക്ഷന്മേൽ 2 കൂട്ടരുടെയും വാദം കേട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് കോടതി ഒരു ഉത്തരവിട്ടു. ആ കോടതി ഇട്ട ഉത്തരവ് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും പ്രസക്ത ഭാഗങ്ങൾ മാത്രം ഞാനൊന്ന് വായിക്കുകയാണ്. The vicar of the first petitioner, St. Mary's Church Tumbavan, is directed to offer every ritual prayers needed for the funeral ceremony of the deceased Eliama Givaris at St. Mary's Church Tumbavan and also in the cemetery thereafter as per the rites and customs prevailing in the Malangara Orthodox Church. തുമ്പവൺ പള്ളിയുടെ വികാരിയെ ഏലിയാമ്മ വരീസിന്റെ ശവസംസ്കാര ശുശ്രൂഷ നടത്തുന്നതിന് മലങ്കര സഭയുടെ കാനോനികമായിട്ടുള്ള അല്ലെങ്കിൽ ഉദാശപരമായിട്ടുള്ളതായ കാര്യങ്ങൾക്ക് അനുസരണമായിട്ട് ശവസംസ്കാരം നടത്തുവാൻ തുമ്പവൺ പള്ളിയിലും സെമിത്തേരിയിലും അധികാരപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് കോടതി വിധിയിൽ ഒന്നാമത് എഴുതിയിരിക്കുന്നത്. The vicar of the first respondent, St. Thomas Church, വയലിൻ പടിഞ്ഞാറ്, is allowed to participate in the said funeral ceremony. അവിടെ കോമ ഇട്ടിട്ട് എഴുതിയേക്കുവാണ്, if he decides so. വയലിൻ പടിഞ്ഞാറ് ചാപ്പലിലുള്ളതായ അച്ഛന് ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കാം അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ. അപ്പൊ തുമ്പവൺ പള്ളിയിൽ വെച്ചും സെമിത്തേരിയിൽ വെച്ചും നടക്കുന്നതായ ശവസംസ്കാര ശുശ്രൂഷയിൽ വയലിൻ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് വരുന്ന അച്ഛന്റെ പ്രാധാന്യത്തെ കോടതി മനസ്സിലാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം. അല്ല അദ്ദേഹത്തിന്റെ നേതൃത്വത്തിനല്ല എഴുതിയിരിക്കുന്നത്. തുമ്പവൺ പള്ളിയുടെ വികാരിയുടെ നേതൃത്വത്തിൽ എഴുതിയിടത്ത് ഇഫ് ഹി ഡിസൈഡ്സ് സോ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ സെമിത്തേരിക്കും ഈ പള്ളിക്കുമുള്ള അവകാശം ഇവിടുത്തെ ഭരണസമിതിക്കും വികാരിക്കും ഇവിടുത്തെ ജനങ്ങൾക്കുമാണ്. അല്ലാതെ മറ്റൊരിടത്തുനിന്ന് ഒരു ബോഡി കൊണ്ടുവന്നിട്ട് ഇവിടെ അടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ന്യായമല്ലെന്നാണ് വിവക്ഷിക്കുന്നത്. മൂന്നാമത് എഴുതിയിരിക്കുന്നത്, ഈ ഇവിടെ സെമിത്തേരിയിലോ പള്ളിയിലോ ശവസംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ വരുന്ന ഒരു കുഞ്ഞിനെ പോലും ആർക്കും തടയുവാൻ അവകാശമില്ല. എല്ലാവർക്കും സ്വതന്ത്രമായി അതിൽ സംബന്ധിക്കാനുള്ള അവകാശം കൊടുത്തിരിക്കണം. 4, അമ്മച്ചിയുടെ വേണ്ടപ്പെട്ടവരിൽ നിന്നും പള്ളി കിട്ടാനുള്ളതായ വിഹിതങ്ങൾ മേടിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളുള്ളതായ ഒരു കോടതി വിധി
കോടതി വിധിച്ച ശേഷം തൊട്ടടുത്ത ദിവസമാണ് ഒരു ഡിവൈഎസ്പി തുമ്പോൺ പള്ളിക്കാരെയും വയലപ്പറ്റാർ സ്റ്റാഫുകാരെയും വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ ചേമ്പറിൽ ഞങ്ങളെ എഴുതിയിട്ട് പറഞ്ഞത് നാളെ നടക്കുവാൻ പോകുന്ന ശവസംസ്കാരത്തിന്റെ ഓരോ കാര്യങ്ങളും വ്യക്തമായി ഇവിടെ വെച്ച് നമുക്ക് കുറിക്കണം. അപ്പൊ അതിനൊരു ഷെഡ്യൂൾ തയ്യാറാക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ വയലപ്പറ്റാർ ഭാഗത്തു നിന്നുള്ളതായ ഒരു ബഹുമാനപ്പെട്ട സുഹൃത്ത് അദ്ദേഹം എഴുന്നേറ്റ് കുറച്ച് കലാപരമായ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുമ്പോൺ പള്ളിയുടെ ഓഡിറ്റോറിയം ഞങ്ങൾ അവർക്ക് വിട്ടുകൊടുത്തു, അതുപോലെ സെമിത്തേരി ഞങ്ങൾ വിട്ടുകൊടുക്കുകയാണ്, ഇനി ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല. അദ്ദേഹം ഈ കേട്ട കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്തിട്ട് ബുക്കിൽ എഴുതി 2 കൂട്ടർ ഒപ്പിട്ടിട്ട് പോകാൻ പറഞ്ഞു. ഈ ശവസംസ്കാരം നടത്തുന്നതിന് വേണ്ടി ഡെഡ് ബോഡി വിലാപയാത്രയായിട്ട് ഒറവാന്റെ കടവ് വഴി പല്ലാവഴി നെരിയാവരത്തൂടെ പത്തനംതിട്ടയിൽ ബേസിൽ തയ്യാറായി കൊണ്ടുപോയി സംസ്കരിക്കുമെന്നാണ് അദ്ദേഹം അനൗൺസ് ചെയ്തത്. അതനുസരിച്ചിട്ട് തുമ്പോണ് പോലും വരാതെ ഈ ബോഡിയുമായിട്ട് ഒറവാന്റെ കടവിൽ കൂടെ പത്തനംതിട്ട ബേസിൽ അരമനയിൽ കൊണ്ടുപോയി അവിടെ സംസ്കരിച്ചു. എന്നിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അവർ ആ ബോഡിയുമായിട്ട് ഇവിടെ വന്ന സമയത്ത് അച്ഛൻ്റെയും ഇവിടുത്തെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കുറെ ആളുകൾ എന്ത് പ്രശ്നത്തിനും വേണ്ടി തയ്യാറായി ഇവിടെ നിൽക്കുന്നത് കണ്ടുകൊണ്ട് ടു അവോയ്ഡ് ആൻ അൺപ്ലസന്റ് സിറ്റുവേഷൻ, ഒരു മോശമായ ഒരു സിറ്റുവേഷൻ ഇവിടെ സംജാതമാകാതിരിക്കുവാൻ വേണ്ടി ആ ശവശരീരവുമായി ഇവിടുന്ന് അവർ മടങ്ങി പത്തനംതിട്ട കൊണ്ട് അടങ്ങുന്നുണ്ട്. ഇതുപോലെ 100 കാര്യങ്ങൾ, സത്യവിരുദ്ധമായ പ്രസ്താവനകൾ, വാർഷിക പൊതുയോഗം 1000-ലധികം വാർഷിക റിപ്പോർട്ട് അടിച്ചു ഓരോരുത്തരും വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് 2 ആഴ്ച നിയമാനുസൃതം വിളിച്ച് പറഞ്ഞ ശേഷം കൂടിയ പൊതുയോഗം നടന്നിട്ടില്ല എന്ന് പറയുവാൻ ഇങ്ങനെ ഒരു സാധാരണ മനുഷ്യന് കഴിയാത്തത് എങ്ങനെ കഴിയുന്നു? ഒരു സഭാ നേതൃത്വത്തിന്, ഒരു ഭദ്രാസന നേതൃത്വത്തിന് എങ്ങനെ കഴിയുന്നു? കഥാകൃത്യ സഹോദരങ്ങളെ, ഈ അവാസ്തവ പ്രസ്താവനകൾ കൊണ്ട് നമ്മളെ നാണക്കെടുത്തി മലങ്കര സഭയിലുടനീളം തുമ്പമൺ പള്ളിക്കുള്ള ഒരു ഖ്യാതി, തുമ്പോൺ പള്ളിക്കുള്ള ഒരു പഴക്കം, ആ ഒരു അന്തസ് നഷ്ടപ്പെടുത്തി കളഞ്ഞ കുറെ അച്ഛന്മാരും കുറെ അയ്മേനികളും ഇനി അതിന് മേലും താഴെയുള്ളതായ കുറെ ആളുകൾ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് നമ്മളെ നാണക്കെടുത്തുവാണ്. ഈ നാണക്കേട് സഹിക്കട്ടെ. നമ്മളൊക്കെ ഈ ഒന്ന് അവിടുന്ന് സടപെടുന്ന നമ്മളൊന്ന് എഴുന്നേൽക്കുക മാത്രമേ ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ. എത്ര അളമുട്ടിയാൽ കഴിക്കാത്ത പാമ്പ് ഏതെങ്കിലുണ്ടോ? ചേരയും കഴിക്കും അല്ലേ? അപ്പൊ അതേ രീതിയിലാണ് ഇന്ന് നമ്മൾ ഇവിടെ ഇപ്പോൾ സടപടം എഴുതി. നമ്മളൊന്നും ചെയ്തിട്ടില്ല. ദൈവം നമ്മോടൊപ്പം ഉണ്ട്, നമ്മുടെ സത്യത്തോടൊപ്പം ഉണ്ട്, നമ്മുടെ നീതിയോടൊപ്പം ദൈവമുണ്ട്. അതുകൊണ്ട് നീതിയുടെ ഒരു യുദ്ധമായി നമുക്ക് കലിക്കറ്റ് സിംഹാസനത്തിനോടോ പരിശുദ്ധ പിതാക്കന്മാരോടോ സഭയോടോ യാതൊരു സ്നേഹമോ ബഹുമാനമോ കുറവില്ല. തികഞ്ഞ സ്നേഹവും ബഹുമാനം നമ്മൾ പുലർത്തുന്നതാണ്. നമ്മുടെ പൂർവികന്മാർ നമുക്ക് നൽകി തന്നിരിക്കുന്ന അതാണ്. അത് പിന്തുടരുക തന്നെ ചെയ്യും. പക്ഷെ നമ്മളുടെ ഭാഗത്ത് സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ നമ്മളിൽ അടിച്ചേൽപ്പിച്ച് ചെയ്ത് തെറ്റുകാരാണ് നമ്മളെന്ന് ഈ ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുമ്പോൾ ഈ വിഴുപ്പനൊക്കെ എത്ര കാലം നമുക്ക് കണ്ട് സഹിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മളുടെ എല്ലാ വികാരങ്ങൾ, ഞാൻ കൂടുതലായിട്ട് ഈ വിഷയത്തിലേക്ക് പോകുന്നില്ല. ആവശ്യമായ ആർക്കും ഇത് ഏത് സമയത്ത് പള്ളി ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ബോധ്യപ്പെടുത്താനായിട്ട് നമ്മുടെ കൈവശമുണ്ട്. നിങ്ങൾക്ക് കോപ്പി വേണമെങ്കിൽ പോലും തന്നുവിടാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളതൊക്കെ സുതാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ നമ്മോടൊപ്പം ഒരു കോടതി വിധി നടപ്പാക്കുവാൻ വേണ്ടി മാത്രം, തുമ്പമൺ പള്ളിയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി ഫാദർ സാമുവൽ ജോൺ ദൈവത്തുമില്ലച്ചൻ അന്നത്തെ ശവസംസ്കാര ശുശ്രൂഷയിൽ വളരെ അന്തസ്സായ രീതിയിൽ ദൈവം അദ്ദേഹത്തെ ഏർപ്പെടുത്തിയിരുന്ന ആ ഒരു കർമ്മം ആദ്യം മുതൽ അവസാനം വരെ ആ ദൈവകൃപയിൽ പൂർത്തീകരിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ആ പൂർത്തീകരിക്കാൻ സാധിച്ചത് തുമ്പോൺ പള്ളിയുടെ അന്തസ്സാണ്. ആ വൃദ്ധശരീരത്തോട് കാണിച്ച ഒരു ബഹുമാനമാണ്. അതിന് പകരമായി നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ എന്തെങ്കിലും ഇവിടെ സംഭവിച്ചിരുന്നെങ്കിൽ ലോകമുള്ള കാലം മുഴുവൻ ഈ നാടിന് പേരുദോഷവും നമുക്ക് പേരുദോഷവും സംഭവിക്കാവുന്ന ഒരു സാഹചര്യത്തിൽ ദൈവം വളരെ ഭംഗിയായ രീതിയിൽ അത് ചെയ്യുവാൻ തക്കൊണ്ട് അദ്ദേഹത്തിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വന്നു. തീർച്ചയായും അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്ക് വേണ്ടി നിന്നൊരു വന്യ വൈദികനാണ്. ആ വൈദികനെ ഒരു കാരണവശാലും ഒരു മോഹനമായ ഒരു ഓഫർ കൊടുത്തിട്ട് ഉളകാട് പള്ളിയിലോട്ടൊന്ന് കൊണ്ടുപോയിട്ട് പിന്നെ കൊടുത്ത സുന്നഹദോസിൽ അദ്ദേഹത്തെ പിച്ചി ചീന്തുവാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഒരു അച്ചടക്ക നടപടി എടുക്കുവാനോ തുമ്പമൺകാർ ഒരു കാരണവശാലും അദ്ദേഹത്തെ വിട്ടുകൊടുക്കുവാൻ പാടില്ല. നമുക്ക് വേണ്ടി നിന്നൊരു അച്ഛനാണ്. അച്ഛൻ നിന്നിരുന്നില്ല എങ്കിൽ നമുക്ക് ഇന്നിവിടെ അന്തസ്സായിട്ട് നടക്കുവാനോ അല്ലെങ്കിൽ നിൽക്കുവാനോ ഒരു സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. മലങ്കര സഭയിൽ നിന്ന് നമുക്ക് അന്തസ്സായിട്ട് നിൽക്കുവാൻ നമ്മുടെ ധാർമ്മികത വെച്ച് നോക്കുമ്പോൾ നമ്മൾ സത്യവിരുദ്ധമായ ഒരു കാര്യവും ചെയ്തിട്ടില്ല. നീതിക്ക് വേണ്ടി പോരാടി ദൈവം നമുക്ക് ജയം തരുന്നു. ഈ ജയം വീണ്ടും ഏറ്റുവാങ്ങാനായിട്ട് ഒരു മനസ്സോടെ എൻ്റെ ഇടവകയിലെ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കന്മാർ ഒരു മനസ്സോടെ, ഇത് നമ്മളുടെ വിജയം സത്യത്തിന്റെ വിജയമാണ്. അവാസ്തവ പ്രസ്താവനകൾ ഒന്നും എഴുതി നമുക്കൊരു വിജയം വേണ്ട. അപ്പൊ അതുകൊണ്ട് ആ ഒരു വിജയത്തിന് വേണ്ടി കൈകോർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഈ പൊതുയോഗം വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കും. ത്രിയേക ദൈവത്തിൽ സ്തുതി. സെന്റ് മേരീസ് ഓർത്തഡോക്സ് ഭദ്രാസന ദേവാലയം തുമ്പോൺ ബഹുമാനരെ, തുമ്പോൺ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ഭദ്രാസന ദേവാലയ ഇടവകയുടെ 2014-15 വാർഷിക പൊതുയോഗം
28/6/2015 ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ഇടവക വികാരി റവർ ഫാദർ സാമുവൽ ജോൺ തേവത്തമണ്ണിന്റെ അധ്യക്ഷതയിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബഡ്ജറ്റ് ചെയ്തിരുന്ന 5 ലക്ഷം രൂപ ഭവന നിർമ്മാണ സഹായം അർഹിക്കുന്ന 5 പേർക്ക് ഓരോ ലക്ഷം രൂപ വീതം നൽകണമെന്ന് തീരുമാനിച്ചു. അനന്തരം ഉപസംഹാരത്തിൽ പൊതുയോഗം സുഗമമായി നടത്തുന്നതിന് വേണ്ടി സഹകരിച്ച പൊതുയോഗങ്ങൾക്ക് അധ്യക്ഷൻ നന്ദി പറയുകയും പ്രാർത്ഥന, ആശീർവാദം എന്നിവയോടെ യോഗ നടപടികൾ സമഗ്രം പര്യവസാനിക്കുകയും ചെയ്തു. റിപ്പോർട്ട് എല്ലാവരും വായിച്ചു കേട്ടല്ലോ. ഇതിലെന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമുള്ളത് നിർദ്ദേശിക്കാം. അങ്ങനെ തിരുത്തലുകൾ ഇല്ലെങ്കിൽ പാസ്സാക്കാമെന്ന് പറയാം. എന്തെങ്കിലും ഭേദഗതികളുണ്ടെങ്കിൽ പറയാം. കൂടാതെ പാസ്സാക്കണമെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. ഞാൻ സെക്രട്ടറി പാസ്സാക്കാൻ